അർജുൻ ഇപ്പം എത്ര വയസ്സായി? 23 വയസ്സായി. ഈ സംഭവം നടക്കുമ്പോൾ അർജുന് വയസ്സ് 21 വയസ്സ്. അർജുൻ ഒരു കൊറിയർ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ? 6 മാസം. 6 മാസം. ഏതായിരുന്നു കമ്പനി? DTDC പ്രൊഫഷണൽ അല്ലേ? ഏകദേശം 6 മാസം വർക്ക് ചെയ്തു. എന്താ ജോലി കളയാൻ കാര്യം? ജോലി കൊറോണ ഒക്കെ ആയത് കാരണം 1 മാസം അവധി എടുക്കാൻ പറഞ്ഞു. പിന്നെ പിറ്റേ മാസം വിളിക്കുമ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ ജോലിയിൽ നിന്ന് മാറുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയാ സജീവമായി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു? സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ വിളിക്കുമ്പോൾ മാത്രം, എന്ന് വെച്ചാൽ അത് ബ്രാഞ്ച് സെക്രട്ടറി എന്ന് ഒരാളുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി നമ്മോരും പാർട്ടിയുടെ നല്ല നേതാവൊക്കെയാണ്. പക്ഷെ പുള്ളി പറയും എന്നെ പോലെ കൊടി പിടിക്കണം എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലില്ല. അല്ലല്ല. ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകനല്ല. അല്ലല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിലും ഇല്ല. അല്ലല്ല. ശരി. ഒരു സംശയം അർജുൻ ഈ സംഭവം നടക്കുന്ന ദിവസം ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഈ ലയത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ഉച്ചവരെ എന്തായിരുന്നു അർജുൻ ചെയ്തത്? എനിക്ക് ഒടിഞ്ഞിരുന്നായിരുന്നു. വോളിബോൾ കളിക്കാൻ പോയിട്ട് കുറച്ച് ദിവസമായിട്ട് കാൽ ഒരു വീട്ടിലായിരുന്നു. എവിടെയും പോകാൻ പറ്റിയില്ല. അതിനിടെ കൺകുരുവും എവിടെയും പോകാൻ പറ്റിയ സ്ഥിതിയായിരുന്നു. കണ്ണിക്കുരു ഉണ്ടായിരുന്നു, കാലും വേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം നടക്കാൻ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് പോകുമ്പോഴാണ് ഈ സംഭവം. വീട്ടിൽ അപ്പോ അതായത് ഉച്ചവരെ എന്തായിരുന്നു അർജുൻ ചെയ്തത്? ഉച്ചവരെ ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിൽ തന്നെ എങ്ങും പുറത്ത് പോയതേ ഇല്ല? പുറത്ത് പോയിട്ടില്ല. കാല് വയ്യായിരുന്നു. ഈ കാലൊടിഞ്ഞത് എന്താണ്? കാലൊരു 2-3 ആഴ്ചയായി. 2-3 ആഴ്ച. പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു? അല്ല. പ്ലാസ്റ്റർ എടുത്തിരുന്നു. പ്ലാസ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടാവോ? ഈ ആക്സിഡന്റ് നടന്നത് എങ്ങനെയാണ്? ആക്സിഡന്റ് പറ്റിയത് വോളിബോൾ കളിക്കുമ്പോൾ ബ്ലോക്ക് ചാടിയപ്പോൾ താഴോട്ട് നിന്ന് കാല് മടങ്ങി. അപ്പൊ അത് ഫ്രാക്ചർ ആണോ അതോ മടങ്ങിയതാണോ? മടങ്ങിയതാ. ഉൾക്കൊണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നില്ല? അല്ലല്ല. നമ്മൾ തൊട്ട അയലോക്ക് തന്നെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി തന്നെ ഈ ഭൂഷണപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി പുള്ളി അവരുടെ വീടൊക്കെ അവിടെയായിരുന്നു ആദ്യം. പുള്ളി കാല് കെട്ടി തന്നു. പ്ലാസ്റ്റർ ആയിരുന്നില്ല? അല്ലല്ല. അപ്പോൾ ഒരാഴ്ചയോളം അങ്ങനെ ആ പ്ലാസ്റ്റർ കെട്ടിയിരുന്നു. ഇത് കെട്ടിയിരുന്നതിന് ശേഷം പിന്നീട് കാല് 2 ആഴ്ചയായപ്പോഴേക്ക് അല്പം ഭേദമായി. നടക്കാൻ പറ്റുമായിരുന്നു? നടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ ദിവസം, അതായത് 2021 ജൂൺ രാവിലെ മുതൽ ഉച്ച വരെ വേറെ എങ്ങും പോയിട്ടില്ല? ഞാൻ പോയിട്ടില്ല. രവി എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ പോയിരുന്നു? ഇല്ല, പോയിട്ടില്ല. അയാളുടെ കടയിൽ പോയി മിഠായി വാങ്ങിച്ചിരുന്നു? ഇല്ല. അങ്ങനൊരു മൊഴിയുണ്ടല്ലോ. അല്ലല്ല. അന്നത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടോന്ന് പറഞ്ഞ പമ്പില് അതിന് ഓപ്പോസിറ്റ് പമ്പുണ്ട്. ആ പുള്ളിയുടെ പറഞ്ഞ കട ഓപ്പോസിറ്റ് പമ്പുണ്ട്. പമ്പിന്റെ CCTV നോക്കിയാൽ മതി. ഇന്ന പോലെ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ഫിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ റെക്കോർഡ് എടുത്തിട്ടില്ല. ആ ദിവസത്തിൽ താങ്കളെ പതിഞ്ഞിട്ടില്ല? ഞാൻ പോയിട്ട് പോലില്ല. പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നു, അവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുൻ അറിയാമായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? പമ്പാണെങ്കിൽ വണ്ടി വരുന്നു പോകുന്നൊക്കെ ക്യാമറക്കകത്ത് കാണുമല്ലോ. അതല്ല, അർജുൻ ഇപ്പൊ പറഞ്ഞു പമ്പിലുണ്ടായിരുന്നു, കടയിലും ഈ CCTV ഉണ്ടായിരുന്നു. ഇത് അർജുൻ അറിയാമായിരുന്നു? എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങള് സ്ഥിരമായിട്ട് ആ വഴി കൂടെ പോയിട്ട് വരുന്നത്. ടൗണിൽ ഊഹിച്ചതാണ്, ഉണ്ടാകാം എന്ന് ഊഹിച്ചതാണ്? ഊഹിച്ചെന്നല്ല, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു തവണ കണ്ടിട്ടുണ്ട്. പിന്നെ പമ്പില്. അപ്പം ആ ക്യാമറ കണ്ണുകളിൽ താങ്കൾ പെട്ടില്ല? ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് അവിടെ 50 രൂപയുടെ മഞ്ചു വാങ്ങിയില്ല? ഞാൻ പോയിട്ട് പോയില്ല. രവി പിന്നെ എന്തിനാണ് താങ്കൾക്കെതിരെ മൊഴി കൊടുത്തത്? പോലീസ് ഇന്ന പോലെ പറയിപ്പിച്ചു. രവിയെ കൊണ്ടോ? രവിക്ക് അങ്ങനെ ഒരു വാദമില്ല. അവിടെ നിന്ന് മിഠായി വാങ്ങാറുണ്ടോ ഇടയ്ക്ക്? ഞാൻ കടയിൽ പോകും, സാധനം മേടിക്കും. മിഠായി വാങ്ങും? മിഠായി വാങ്ങത്തില്ല. ഒരു മിഠായി വാങ്ങില്ല? ഇടയ്ക്ക് മിഠായി വാങ്ങിയിട്ടേ ഇല്ല? പല തവണ മിഠായി വാങ്ങിയതായി മൊഴികളുണ്ട്. ഈ രവിക്ക് താങ്കളോട് വിരോധമുണ്ടോ പേഴ്സണലായി? അല്ലല്ല, വിരോധമൊന്നുമില്ല. പിന്നെന്തിനാണ് രവി മൊഴി കൊടുക്കുന്നത്? ആവശ്യത്തിന് വേണ്ടി പറഞ്ഞവര്. പക്ഷെ അതിന് അർജുനെ രവിക്ക് മുൻകൂർ വിരോധമില്ല. കേസിന്റെ ഞാൻ പ്രതിയായെന്ന് പറഞ്ഞായില്ലേ. ഇന്ന പോലെ പറയണമെന്ന് പറഞ്ഞാൽ അവര് പറയും. അങ്ങനെ പറയുമോ രവി? രവി കള്ളം പറഞ്ഞതാണ്? കള്ളം പറഞ്ഞ ആണ്. അന്നത്തെ ദിവസം ഞാൻ പോയിട്ട് പോലില്ല. അവിടെ പോയിട്ടില്ല. വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്? വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയത് എന്തിനാണ്? സാധാരണ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഒന്ന് കളിക്കും. അന്നും പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി? കളിക്കാൻ വെച്ചാൽ മൊബൈലും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷെ കാല് നേരത്തെ പറഞ്ഞത് നമ്മുടെ കാല് ഒടിഞ്ഞിരുന്നു എന്നാണ്. ചട്ടിച്ചട്ടി നടക്കും. ചട്ടിച്ചട്ടി നടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുറത്തു പോകുന്നതിന് തടസ്സമില്ല? ഇല്ലല്ല. ശരി.